അത്യാവശ്യം നല്ല ഊക്ക് പരസ്യങ്ങളിലൂടെയും ബാക്കിയുള്ളവന്മാർ ചെയ്യുന്ന പടങ്ങളിലൂടെയും കിട്ടുന്നുണ്ട്. എന്നിട്ടും അതൊന്നും പോരാതെ സ്വന്തമായിട്ട് ഞാൻ ഒരു പടം ഡയറക്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ ഊക്ക് മേടിക്കും എന്നുള്ള ലാലേട്ടൻ്റെ പിടിവാശിൽ പറഞ്ഞ സിനിമയാണ് ബറോസ്. നിധി കാക്കുന്ന ഭൂതത്തിൻ്റെ കഥ. കൊച്ചു പിള്ളേർക്ക് വേണ്ടി എടുത്ത സിനിമയാണെന്ന് പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരുടെ വരെ ഊക്ക് മേടിച്ച സിനിമ. ഗാമ തമ്പുരാന്റെ നിധിശേഖരൻ കാത്തു സൂക്ഷിക്കുന്ന ഭൂതമായിട്ടാണ് ലാലേട്ടൻ ഈ സിനിമയിൽ വരുന്നത്. സിനിമ തുടങ്ങുമ്പോൾ ഏതൊക്കെയോ പ്രാന്തന്മാർ ആ നിധി തട്ടിയെടുക്കാൻ വരും. ഭൂതം എണീറ്റ് അവരെയൊക്കെ ഓട്ടിക്കും. അപ്പോൾ വരും അടുത്ത ഉറപ്പേര് വൂഡു. പിള്ളേരെ കയ്യിലെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണെന്ന് മനസ്സിലായി. അറ്റ്ലീസ്റ്റ് കുറച്ച് വൃത്തിക്കുണ്ടാക്കിക്കൂടെ ഈ സാധനത്തിന്. ഇതിനെ കാണുമ്പോൾ തന്നെ പേടിയാവും. ഇതിനെങ്ങനെ പിള്ളേർ കണ്ടിരിക്കുമെന്നാണ് അത്രയ്ക്ക് ക്രീപ്പി ലുക്കുള്ള ഒരു ആനിമേഷൻ ക്യാരക്ടർ. പിന്നെ അങ്ങോട്ട് കുറേ നേരം ബറോസിൻ്റെയും വൂഡുവിൻ്റെയൊക്കെ വെറുപ്പിക്കൽ. അങ്ങനെ ഈ വെറുപ്പിക്കലൊക്കെ ആയിട്ട് ഒരു 400 വർഷം കഴിഞ്ഞ് കിട്ടും. ആ കൊട്ടാരം ഓപ്ഷനിൽ വെച്ചിട്ട് അത് വിളിച്ചെടുത്ത് അത് വലിയൊരു കസിനോ ആക്കാൻ വേണ്ടിയിട്ട് കുറേ ബിസിനസ്സുകാരൊക്കെ വരും. അത് കസിനോ ആക്കാൻ പാടില്ല, ഞങ്ങളുടെ വീട് നശിപ്പിക്കുമെന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ നാട്ടുകാർ അവിടെ നിൽക്കും. ഇവരുടെ കയ്യിൽ എപ്പോഴും കുറേ പ്ലക്കാർഡ് ഉണ്ട്. ഒരുമാതിരി പോസ്റ്റർ അടിച്ച് വെച്ച പോലെ എപ്പം പാലസ് കാണിക്കുന്നു അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കും. നോ കസിനോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഒരുമാതിരി റേഡിയോയിൽ പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെ. അപ്പോൾ ഇങ്ങനെ ഈ കസിനോ മേടിക്കാൻ വരുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് നമ്മുടെ നായികയും നായികയുടെ അച്ഛനും. അച്ഛനാണെങ്കിൽ ഏതോ നാടകത്തിന്റെ സെറ്റിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന പോലെയുണ്ട്. അമ്മാതിരി പെർഫെക്റ്റ് ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറി. അതിന് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു തള്ളയും. ഈ പെങ്കൊച്ചാണ് പോലും നിധിയുടെ അനന്തരാവകാശി ഇസബെല്ല, അതായത് ഗാമ തമ്പുരാന്റെ മകളായ ഇസബെല്ലയുടെ പുനർജന്മമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരിയാണ് ഈ നിധിയുടെ അനന്തരാവകാശി. അതിനെ നിധി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭൂതണ്ണൻ പുറത്തിറങ്ങും. വെയിറ്റ് ഈ ഭൂതത്തിനെ അനന്തരാവകാശി അല്ലാതെ വേറെ ആർക്കും കാണാൻ പറ്റില്ലെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ എന്ത് തേങ്ങയ്ക്കാണത് ഇയാളെ കണ്ടിട്ട് ഈ മനുഷ്യൻ ഒതുങ്ങിപ്പോണേ? ഇയാൾക്കെന്താ ഭൂതത്തിനെ കാണാനുള്ള പ്രത്യേക കഴിവെല്ലാം കിട്ടി? ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട എണ്ണ. ബറോസ് അണ്ണൻ ഇസ എന്ന അനന്തരാവകാശിയെ കണ്ടപ്പോൾ തൊട്ട് പിന്നെ അങ്ങോട്ട് നമ്മുടെ VFX ആർട്ടിസ്റ്റുകൾക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല. മരണ പണിയല്ലേ എടുത്തേക്കണേ. എടാ മേടിക്കണ കാശിന് മര്യാദയ്ക്ക് പണിയെടുക്കണു. VFX എന്നും പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ കാണുന്നത് ഇതൊക്കെയാണ് ഇവന്മാരുടെ VFX. ഇതിലും നല്ല VFX 10 വർഷം മുന്നിറങ്ങിയ പടങ്ങളുണ്ട്. ലാലേട്ടൻ തന്നെയാണല്ലോ ഈ സാധനമൊക്കെ കണ്ടിട്ട് ആക്ഷനും കട്ടും പറഞ്ഞതെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. അത് കഴിഞ്ഞ് ഇസയ്ക്ക് ഫ്ലാഷ് ബാക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ബറോസ് അണ്ണൻ എങ്ങനെയാണ് ഭൂതമായത് എന്നൊക്കെ. ഗാമയുടെ വിശ്വസ്തനായിരുന്നു, വിശ്വസ്തനെ പറയുന്നത് കുത്തിയിട്ട് ഭൂതമാക്കി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വലിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ വിഷ്വൽസ് അടിപൊളിയായിരുന്നു. പക്ഷെ എടുത്തു വെച്ചേക്കുന്നത് എന്താ പറയുക, എടുത്തു വെച്ചിട്ടുണ്ട് എന്തൊക്കെയും. അത് കഴിഞ്ഞ് ഇസ വരും. ഇസയ്ക്ക് താക്കോൽ ഏൽപ്പിക്കാൻ പോകും. അപ്പൊ ഇസ പറയും എനിക്ക് താക്കോലൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇസ തിരിച്ചു പോകും. പക്ഷെ ബറോസനെ വിടാൻ പറ്റില്ല. ബറോസനെ 2 ദിവസത്തിനുള്ളിൽ താക്കോല് അനന്തരാവകാശം ഏൽപ്പിക്കണം. അപ്പൊ വീണ്ടും ഇസയെ കൺവിൻസ് ചെയ്യാൻ പോകും. ഇസയെ കൊണ്ടുവരുമ്പോൾ ദേ കിടക്കുന്ന കുറെ എണ്ണം ഭൂതത്തിനെ തളയ്ക്കാൻ വേണ്ടി വരും. അങ്ങനെ ഭൂതത്തിനെ തളയ്ക്കാൻ വേണ്ടി ഗാമയുടെ രൂപത്തിൽ ഒരു ദുർബോധത്തിനേക്ക് ഇറക്കി വിടും. ഇയാൾ വന്നിട്ട് ഇയാളും ബറോസണനും കിടന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ കാണിക്കും ആ ഒരു ഗുഹയെ കിടന്നിട്ട്. എന്നിട്ട് ആ ദുർഭൂതത്തിനെ ഇസ കൊല്ലും. ഇസ കൊന്നു കഴിഞ്ഞ് ഇസയ്ക്ക് മാനസാന്തരം ഇസ ഒക്കെ ഇതൊക്കെ മേടിക്കാന്ന് പറയും. ഈ സമയത്ത് ബറോസണ്ണ താക്കോല് കൊടുത്തിട്ട് അണ്ണന് സമാധിയാവും. അണ്ണൻ എങ്ങോട്ടൊക്കെ പോകും. പിന്നെ അണ്ണനെ കാണിക്കൂല. ഇത് കഴിഞ്ഞ് വീണ്ടും കുറേ വർഷങ്ങൾ കഴിയും. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഇസ വലിയ കൊച്ചൊക്കെയായി. ഇസ വലിയ കൊച്ചായിട്ട് എവിടെ നിന്ന് എന്തൊക്കെയോ മറ്റേ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ എനിക്ക് മാത്രം ഊക്ക് കിട്ടിയാൽ പോരല്ലോ, എന്റെ മോനും കുറച്ച് ഊക്ക് കൂടെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അണ്ണൻ പ്രണവിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് പ്രണവ് എന്തൊക്കെയോ കാണിക്കും വന്നിട്ട്. എന്നിട്ട് ലാസ്റ്റ് അണ്ണനൊരു ഡയലോഗ് പോലും മര്യാദയ്ക്ക് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് അവസാനം എന്തൊക്കെയോ കുറെ ആക്ഷനൊക്കെ കാണിച്ചിട്ട് പ്രണവ് അങ്ങ് പാട്ടിന് പോകും. ലാസ്റ്റ് എന്തോ സിംബോളിക്കായിട്ട് കാണിച്ചിട്ട് സിനിമ ഉണ്ട്. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ലാസ്റ്റ് എന്താണ് സിംബോളിക്കായിട്ടാണ് ഉദ്ദേശിച്ചത്. ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ 150 കോടി മുടക്കി എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ എവിടെയാണ് ഈ 150 കോടി ഇവർ മുടക്കിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ 2 ദിവസം കൊടുത്ത് ഈ സിനിമ കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട്. എന്റെ പോലെ തീരണ്ടേ, ഇതെങ്ങനെ തീർക്കാനാണ്? എത്ര ഉളപ്പടാണെങ്കിലും എങ്ങനെയും കുത്തിയിരുന്ന് കാണുന്നതാണ്. പക്ഷേ ഇത് പറ്റിയില്ല കണ്ടു തീർക്കാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബറോസ എന്ന സിനിമ നല്ല രീതിയിൽ ഊക്ക് ഡിസർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡിസർവ് ചെയ്യുന്ന തരത്തിലുള്ള ഊക്ക് ഇതിന് കിട്ടുന്നില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ആരും സിനിമ കാണുന്നില്ല.